ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. മാറ്റങ്ങളൊന്നും ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് നമ്മൾ താഴ്ഭാഗത്ത് ആദ്യം ഇതിൻ്റെ വീടിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1-2 ആഴ്ച ആയി. ഇപ്പോഴാണ് ടാങ്കിൻ്റെ കുറച്ച്, അതായത് പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മോൾ ഭാഗത്തുള്ള ലൈനൊന്നും ആദ്യം അടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നേരത്തെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അത് ഒരു 1750 ലിറ്റർ കപ്പാസിറ്റി വരുന്നൊരു വാട്ടർ ടാങ്കാണ് ഈ സംഭവമുള്ളത് കേട്ടോ. വാട്ടർ ടാങ്കാണ് ഇതിപ്പോൾ. അതിൻ്റെ ഓസ് നമ്മൾ ജസ്റ്റ് സോളാറിൻ്റെ മുകളിലേക്ക് ഇട്ടതാണ്. അത് ഞാൻ പറഞ്ഞത് എന്തിനാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 1750 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടാങ്കാണ് മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലംബിംഗ് ലൈനും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിഭാഗത്ത് അടിച്ചതൊക്കെ നേരത്തെ ഓൾറെഡി നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് സാധാരണ രീതിയിൽ വന്നിരിക്കുന്നത് ഒരു ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയാം, ഇത് നമ്മൾ ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓട്ടോമേഷനും അതേപോലെ പ്രഷർ പമ്പിൻ്റെ ഓട്ടോമാറ്റിക് ഫോർട്ട് സ്വിച്ചിന് വേണ്ടിയിട്ടതാണ്. അതേപോലെ തന്നെ രണ്ടാമത് വാട്ടർ തോട്ടി, നമുക്ക് വാട്ടർ തോട്ടി പഞ്ചായത്തിൽ നിന്ന് വരുന്ന ലൈൻ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു ലൈൻ ഇട്ടാണ്. ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പൈപ്പ് അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ സോളാറിന് നമ്മൾ 3 ലൈൻ ഇട്ടിട്ടുണ്ട്. 3 ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാനലിലേക്കുള്ള ലൈനാണ്. ഒന്ന് എർത്ത്, അതേപോലെ പിന്നെ മറ്റേ മുകളിലേക്ക് ലൈറ്റിംഗ് കറസ്റ്റിൻ്റെ ഒരു എർത്ത്, പിന്നെ അതേപോലെ ഇതിൻ്റെ വയർ കൊണ്ടുപോകാൻ, ഇതിൻ്റെ DC വയർ അടിക്ക് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഈ 3 പൈപ്പ് ഉള്ളത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, നേരെ അടിക്ക് അടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ച് പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബോർവെല്ലിന്, ഇതിൻ്റെ താഴ്ഭാഗത്ത് ബോർവെല്ല് കുത്തുന്ന ചാൻസ് ഉണ്ടെങ്കിൽ അതിന് ഇട്ടുകയാണ്. പിന്നീടൊന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നമ്മളെ കിണറിൻ്റെ വെള്ളത്തിൻ്റെയാണ്. കിണറിൻ്റെ വെള്ളത്തിൻ്റെ. പിന്നെ ഈ കാണുന്ന പൈപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓസ് വെച്ചിട്ട് ടാപ്പ് വെച്ച് കൊടുക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ പുറത്ത് ഇപ്പോൾ ഇവിടെ ചെടിയും കാര്യങ്ങളൊന്നും വെക്കില്ല. അപ്പോൾ ഈ പുറത്തേക്ക് എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ, ഈ സോളാർ നമ്മളൊരു വേനൽക്കാലങ്ങളിൽ നല്ല ചില സമയങ്ങളിൽ ഇതിൻ്റെ റീഡിങ് കമ്മിയാവും. അപ്പോൾ ഈ ബക്കറ്റ്, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ബക്കറ്റും എടുത്തിട്ട് ഈ ടാങ്കിൽ നിന്നൊക്കെ ചിലപ്പോൾ മുക്കിയെടുക്കുക. അതൊരു ചിലപ്പോൾ ചളിയായ ബക്കറ്റൊക്കെ എടുത്ത് മുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടാപ്പ് ഇട്ട് ഒരു ഓസും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതൊരു 13 മീറ്റർ ഓസ് വരുന്നതാണ്. ഇത് പ്രഷർ പമ്പിൽ നിന്നാണ് വരിക കേട്ടോ. കാരണം ഇതിൻ്റെ ഹൈറ്റിലുള്ള വെള്ളത്തിന് മാത്രമേ ഇത് നിലവിലുള്ള വെള്ളത്തിന് സ്പീഡ് വരുള്ളൂ. അത് കഴിഞ്ഞാൽ മുകളിലുള്ള കിട്ടില്ല. അപ്പോൾ ഇത് പ്രഷർ പമ്പിൽ നിന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സോളാറൊക്കെ കറക്റ്റായിട്ട് നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ടാപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഒരു പൈപ്പ് വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ മെയിൻ 2 ഇഞ്ച് പൈപ്പ്, ടാങ്കിൽ നിന്ന് പോകുന്ന പൈപ്പ്. അതായത് ഈ കാണുന്ന ടാങ്കിൽ നിന്ന് പോകുന്ന പൈപ്പ് നേരെ അടിഭാഗത്തേക്ക് 2 ഇഞ്ച് അട്ടിരിക്കുന്നത്. അതിനൊരു എയർ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോൾ ഭാഗത്തേക്ക് എയർ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഓവർഫ്ലോ ആണ്. അപ്പോൾ ഈ അതിൽ ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. ഓട്ടോമേഷൻ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇതിൽ ബോർവെല്ലിൽ അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി ഓവർഫ്ലോ നേരെ 1.25 ഇഞ്ച് കൂടി പോയിട്ട് നേരെ അടിഭാഗത്തേക്ക് പോകും. അടിഭാഗത്തേക്ക് പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ വീടുകളിൽ കാണാൻ പറ്റും, ഓവർഫ്ലോ എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ടാവില്ല. അത് ഇവിടുന്ന് തന്നെ ഇട്ട് കൊടുക്കും. ഈ ടീൻ്റെ അവിടെ നിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം, ഇത്രയും താഴത്തുനിന്ന് വെള്ളം കുറ്റി വീഴുമ്പോൾ ഇവരെ ചുമരും അതൊക്കെ നാശമാവും, നനഞ്ഞുകൊണ്ടിരിക്കും. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ തറയിൽ നിന്ന് ഒരു ഏകദേശം ഒരു 8 അടിയോളം ഹൈറ്റിലാണ് അവിടെ അടിയിൽ പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചാടുന്ന സമയത്ത് ഇത് ഓട്ടോമേഷൻ കംപ്ലൈൻറ്റ് വരിക, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചാടുന്ന സമയത്ത് ഒരുപാട് തെറിച്ച് പോവില്ല. പിന്നെ ഈ വാട്ടർ തോട്ടിലെ ഈ ഫോർട്ട് സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ തെറിച്ച് പോയില്ല. പിന്നെ ഇതുവരെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് അടച്ചിരിക്കണുള്ളൂ കേട്ടോ. കാരണം ഭാവിയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് എടുത്ത് ടാങ്കിലേക്ക് ഇടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്യാപ്പ് ഇട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. വെറുതെ ഒരുപാട് പൈപ്പ് നമുക്ക് ഇതിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇതിൻ്റെ ഓട്ടോമേഷൻ്റെയും അതേപോലെ ഇതാണ് ഓട്ടോമേഷൻ വരുന്നത് കേട്ടോ. മോട്ടറിൻ്റെ ഓട്ടോമേഷനാണ്. ഇത് CAT 6ൻ്റെ വയറാണ്. ഈ കാണുന്ന വയർ നമ്മൾ അതായത് പ്രഷർ പമ്പിൻ്റെ ഫോർട്ട് സ്വിച്ചാണ്. പ്രഷർ പമ്പിൽ ടാങ്കിൽ വെള്ളം അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫോർട്ട് സ്വിച്ചാണ്. അത് നമ്മൾ ഈ ടാങ്കിൽ ഇട്ടാൻ ഇട്ടിട്ടുണ്ട്. അത് കാണിച്ചു തരാം. പിന്നെ കാണുന്നത് നമ്മൾ 4 ഇഞ്ചാണ്. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന എയർ പൈപ്പാണ്, മെയിൻ എയർ പൈപ്പാണ് കേട്ടോ. പല വീടുകളിലും കാണാൻ പറ്റും നമുക്ക് സ്മെല്ല് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ തന്നെ നമ്മൾ വെച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ചിൻ്റെ ഈ പൈപ്പ് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന വേസ്റ്റ് വെള്ളത്തിൻ്റെ കേട്ടോ. അപ്പോൾ പിന്നെ കാണുന്നത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഓവർഫ്ലോ പോകുന്ന പൈപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പണ്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ ഓവർഫ്ലോക്ക് തന്നെയാണ് നമ്മൾ ഈ പൈപ്പ് ഇട്ട് കൊടുക്കാറ്. ഇതിൻ്റെ ഈ ടാങ്ക് കഴുകുന്നത് ഇങ്ങനത്തെ സെൽസറിൻ്റെ ഇങ്ങനെ മറ്റേ സ്റ്റീൽ ടാങ്കിൻ്റെ ഒക്കെ താഴ്ഭാഗത്ത് കൂടി ആയിരിക്കും അതിൻ്റെ ഇപ്പോൾ ഇത് വരിക. അതായത് സാഗർ പറഞ്ഞ ടാങ്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ താഴത്ത് കൂടെ ആവും ഇത് കഴുകി വിടേണ്ടത്. അപ്പോൾ ഒരു 2 മാസം കൂടുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഈ വാൾവ് തുറന്നു കഴിഞ്ഞാൽ ഇതിത്തെ തുറക്കുന്ന സമയത്ത് നമ്മൾ ഈ മോട്ടർ അടിക്കണം കേട്ടോ. അപ്പോൾ ഈ മോട്ടർ അടിക്കുമ്പോൾ ഇത് ചുറ്റി വരുമ്പോൾ ഇതിൻ്റെ ചളിഭാഗം അടിയിൽ നിന്ന് നിൽക്കും. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ
പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ ചളി ഇതിൽ കിണർ വെള്ളം ആയതുകൊണ്ട് നല്ല രീതിയിൽ മഞ്ഞ കളറുള്ള വെള്ളം വരാറുണ്ട്. മഞ്ഞ ചളി പിടിച്ച വെള്ളം കുറേ കഴിയുമ്പോൾ ടാങ്കിൽ അഴുക്കായിരിക്കും. അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടതാണ്. അപ്പോൾ അതിലേക്ക് ചളിവെള്ളം കുത്തി ഒഴിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പൈപ്പ് ഉണ്ടല്ലോ, നിങ്ങളെ ബാത്റൂമിലേക്ക് പോകുന്ന വേസ്റ്റിൻ്റെ അത് അതിലേക്കാണ് നമ്മൾ പിടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ എയർ പൈപ്പാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഡ്രെയിനേജിൻ്റെ ഔട്ടിലേക്കാണ് ഈ പൈപ്പ് ഇട്ട് കൊടുക്കുന്നത്. കഴുകുന്ന സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ആക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ആ ചളിവെള്ളം കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ പോകും. ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് തുറന്നു വെച്ചിട്ട് പിന്നെ അടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയാൻ പറ്റും, ടാങ്കിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അടച്ചിട്ട് തന്നെ പോകണം. പിന്നെ ഉള്ളത് പ്രഷർ പമ്പാണ്. പ്രഷർ പമ്പിൻ്റെ ഏരിയയിലേക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പ്രഷർ പമ്പിൻ്റെ നമ്മൾ ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ പ്രഷർ പമ്പിലേക്ക് ഒരു സിൻഡെക്സ് ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് അതിൻ്റെ പ്ലഗ് വരുന്നത്, വെള്ളം കാര്യങ്ങളും തട്ടായിരിക്കാൻ വേണ്ടിയിട്ട്. പ്രഷർ പമ്പിന് മാക്സിമം നമ്മൾ ഈ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ സോളാർ ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ അധികം വെള്ളവും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ എന്നാലും നമ്മളൊരു കവർ ഇടുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് സെറ്റ് ചെയ്യുന്ന ലെവലുകളിൽ വേണ്ടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പ്രഷർ പമ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ വേറെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരും. അപ്പോൾ ഇതിൻ്റെ കേജ് മീറ്ററും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ 1.5 ബാറിലാണ് നമ്മൾ പ്രഷർ കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1.5 ബാറിലാണ് വരുന്നത്. പിന്നെ നമുക്കെല്ലാം ഒരു പ്ലംബിംഗ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ കൂടി നോക്കി അറിയാൻ പറ്റും. നമ്മൾ ചെയ്ത പ്ലംബിങ്ങിൽ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന കേജ് മീറ്റർ താന്ന് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയിക്കൊണ്ടിരിക്കും. അത് ഓഫ് ആവുന്നല്ല, ഓൺ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ടാപ്പ് അവിടെ ആരെങ്കിലും തുറക്കുന്നുണ്ട്, അതാണ് ഇവിടെ താന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നേരത്തെ കറക്റ്റായിട്ട് നിന്നാണ് നമ്മൾ എല്ലാ ടാപ്പും കാര്യങ്ങളും തുറന്ന് അടച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ബാറിൽ. ഇപ്പോൾ നമ്മളിവിടെ 2 ബാർ സെറ്റ് ചെയ്തിട്ടില്ല, 1.5 ബാർ ഇട്ടിട്ടുള്ളൂ. 1.5 ബാർ കറക്റ്റായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ പലപ്പോഴും കാണാം. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഞാനൊക്കെ പണി പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളെ മുതലാളി ഇവിടുന്നൊക്കെ ഓളടിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പണ്ട് കാലങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ടാങ്കിൽ തന്നെ ഓവർഫ്ലോ കൊടുക്കാറ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഒന്നും ചെല്ല, എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്ന കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് മാത്രം. അപ്പോൾ ഇപ്പോഴും കുറേ ആൾക്കാർ അങ്ങനെ ഓളടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില വീടുകളൊക്കെ പോയാൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇതുണ്ടോ, ഈ വാട്ടർ ടാങ്കിൽ ഏത് ലെവലിലേക്ക് വെള്ളം വരികയാണെങ്കിലും ഈ 2 ഇഞ്ചിൻ്റെ എയർ പൈപ്പിൻ്റെ മുകളിലേക്ക് നമുക്ക് കൺട്രോളായി നിൽക്കും. അപ്പോൾ എത്ര വെള്ളം ഉണ്ടോ അത്രയും ഭാഗത്തേക്ക് വെള്ളം വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാട്ടർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലോ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് നേരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് ടീ ഇട്ടിട്ട് ഇങ്ങനെ വളച്ച് തിരിച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓവർഫ്ലോൻ്റെ നമ്മൾ കറക്റ്റാക്കിയിട്ട് ലൈൻ ഇട്ടിട്ട് കൊടുത്തിരിക്കുക കേട്ടോ. അതായത് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. കാരണം മറ്റേതാകുമ്പോൾ ഒരുപാട് വളഞ്ഞ് തിരിഞ്ഞാൽ കൊടുക്കണ്ടല്ലോ, ഒരു ബാക്ക് തന്നെ ഇട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ പൈപ്പ് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അടിഭാഗത്ത് നമ്മൾ വെൽഡ് ചെയ്തിട്ട് സി ആംഗിളിലാണ് ഇതിൻ്റെ ക്ലാമ്പ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പ്ലംബിങ്ങിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ റെയിൽ, നമുക്ക് ക്ലാമ്പിൻ്റെ റെയിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ റെയിൽ വെച്ചിട്ട് ഇതിൽ നമ്മൾ SS-ൻ്റെ ക്ലാമ്പും അതേപോലെ സെൽഫ് സ്ക്രൂം വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേപോലെ പൈപ്പ് നിൽക്കും. മറ്റേതാകുമ്പോൾ പൈപ്പ് ഒരുപാട് അങ്ങോട്ട് വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തേക്ക് അവിടെ ഒരു 4 ഇഞ്ചും അതേപോലെ എയർ പൈപ്പിന് സെപ്പറേറ്റ് 2 ഇഞ്ചിൻ്റെയും പാടെ അവിടെ ക്ലൈംബ് വെച്ചിട്ട് ബാക്കിയൊക്കെ ഒരേപോലെ അടിച്ച് നിർത്തിയില്ല കേട്ടോ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഈ പൈപ്പ് ആടിക്കളിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാണാനും ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും. അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നല്ല ലൈനിൽ ഒരേപോലെ കറക്റ്റായിട്ട് നിൽക്കട്ടെ. താഴ്ഭാഗത്തേക്ക് പോണ പോലെ ഇവിടെ ഇനി പെയിൻ്റ് അടിക്കാണ്ട്. അപ്പോൾ അടിയിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ക്ലാമ്പാണ് കണ്ടോ. ഈ ബെൽഡ് ചെയ്തിട്ട് ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കയറി നിൽക്കാം, ഒരു കുഴപ്പവും വരില്ല, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഭംഗിയിലും അതേപോലെ ഒരു കുറച്ചുകൂടി പൈപ്പ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. പൈപ്പിങ് കറക്റ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, നമുക്ക് അവർക്ക് ഒരു ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്ക് ഏത് കാലത്ത് വന്നാലും ആ പൈപ്പിനൊരു വളവോ തിരിവോ ഒന്നും ഉണ്ടാവില്ല. കാരണം നല്ല രീതിക്ക് വെയിലടിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ആ ക്ലാമ്പ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പൈപ്പുള്ള കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേരിട്ടൊരു ഒരു വെൽഡ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് പിടിച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ ഇതാണ് ഒന്നുകൂടി നല്ലത്. കാരണം ഇത് നമുക്ക് ക്ലാമ്പ് കറക്റ്റായിട്ട് നിൽക്കും, നല്ല സ്ട്രോങ് ആണ് സാധനം, കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രഷർ പമ്പിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ പമ്പ് കുറച്ച് പൊക്കി വെച്ചു. കാരണം ഇവിടുന്ന് വെള്ളം വരുന്ന ഏരിയയാണ്. അപ്പോൾ ഇനി എന്താ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ റെയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 4 ബോൾട്ട് ചെയ്തിട്ടാണ് നമ്മളിത് പൊക്കി വെച്ചേക്കുന്നത് കേട്ടോ. സാധനം നല്ല സ്ട്രോങ് ആണ്. അതുമാത്രമല്ല ഇത് ജെർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പ്രഷർ പമ്പ് ഓൺ ആവുന്ന സമയത്ത് സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് നിൽക്കുന്നുണ്ട്. പൈപ്പിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ 2 ക്ലാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ ഒരുപാട് അടിയിലേക്ക് അടിക്കാൻ പാടില്ല. ഇത്രയ്ക്ക് അടിച്ചിട്ട് ഒരു 1 ഇഞ്ച് മാക്സിമം താത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മെയിൻ സ്ലാബ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലീക്കും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കരുത്.
അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ അടിയിൽ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, ആ ഫിൽറ്ററും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വാട്ടർ ടാങ്ക് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 1750 ലിറ്റർ കപ്പാസിറ്റി വരുന്ന വാട്ടർ ടാങ്കാണ്. അപ്പോൾ ഇതാണ് ടാങ്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെൻസറിനുള്ള വയറും അതേപോലെ നമുക്ക് പറഞ്ഞ പോലെ ഈ ഫോർട്ടിലേക്കുള്ള വയറുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫോർട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ പമ്പ് കംപ്ലയിൻറ്റ് വരിക, വെള്ളം കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ കട്ട് ഓഫ് ആയിട്ട് നിൽക്കും കേട്ടോ. അതിനാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത്. കുറച്ചുകൂടി വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴ്ന്നു നോക്കും, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയിപ്പോൾ പ്രഷർ പമ്പിൻ്റെ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ, അതായത് പ്രഷർ പമ്പ് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞിട്ടൊരു വീഡിയോന് വരും. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.